പച്ചമുളക്, തക്കാളി, ക്യാബേജ്. ഇവനാണ് നിരപ്പേര് മത്തായി. ഇവന്റെ മോനെ കർഷക. പക്ഷെ മൊത്തങ്ങ് വരെ നമുക്ക് കളയം. എന്റെ മോനെ എമ്മ കള. അപ്പൊ കൂട്ടുകാരെ നമ്മൾ ഇന്നലത്തെ ബാക്കിയായിട്ട് വീണ്ടും പൊന്നു തലയെക്കെട്ട് കെട്ടിട്ടുണ്ട്. ഒഞ്ചു ചെയ്യുമ്പോൾ എന്റെ അമ്മ ചളിയിൽ എന്റെ ഷാർട്ടിനെ കാണണേ. തലയിട്ട് അക്കുജോഷിന് ഓരോ ദിവസം ഓരോന്നുണ്ടോ കൂട്ടുകാരാ. ഇന്നെന്താ പറയാ, ഇന്ന് മമ്മീന്റെ കൂടെ ഇരുന്നു. മമ്മി മടിയിൽ ഇങ്ങനെ കിടത്തി വെച്ചേക്കായിരുന്നു. തന്നെ എണീറ്റങ്ങ് ഇരുന്നു. അപ്പൊ കൂട്ടുകാരൻ നല്ല മഴയായിരുന്നു കേട്ടോ. നമ്മൾ ഇന്നലത്തെ വീഡിയോ നോക്കിയവർക്ക് അറിയാം. അപ്പൊ ഞങ്ങൾ മഴയൊക്കെ മാറിയപ്പോഴേക്കും പോയിട്ട് കുറച്ച് തൈയൊക്കെ വാങ്ങിട്ട് വന്നിട്ടുണ്ട്. കുഞ്ഞിപ്പെണ്ണ് നടാനെന്ന് നമുക്ക് നടാൻ വേണ്ടിട്ട്. അപ്പൊ ഇവന് പറയാൻ അറിയത്തില്ല കൂട്ടുകാരൻ. നമ്മുടെ അപ്പൊ കൂട്ടുകാരെ നമ്മള് നേരെ ദൈവമേ ജെറ്റ് വരെ പോലെ യോയപ്പനൊരു വരവ്. കടിക്കൂലോ ഇവനുണ്ടല്ലോ. ഇവനാണ് നിരപ്പേര് മത്തായി. കണ്ടോ, നിരപ്പേര് മത്തായി കേട്ടോ. നിരപ്പേര് മത്തായി യോയോ. അപ്പൊ യോയോനിക്ക് കല്യാണം കഴിക്കാനുള്ള പ്രായമായിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് പെണ്ണിനെ അന്വേഷിച്ചോണ്ടിരിക്കുകയാണ് കൂട്ടുകാരെ. നിങ്ങൾ എവിടെയെങ്കിലും പേർഷ്യൻ ക്യാറ്റ് ഗേൾ ഫ്രണ്ട് ഉണ്ടെങ്കിൽ യോയോയ്ക്ക് വേണ്ടിട്ട് ഞങ്ങൾ ആലോചിക്കുന്നതാണ്. യോയോ വാടാ, തൂങ്ങുന്നുണ്ടോ? തൂങ്ങിന്റെ രാജുവാ. അപ്പൊ കൂട്ടുകാരെ നമ്മുടെ തൈയൊക്കെ ഇതാണ് കേട്ടോ. വാങ്ങിക്കണോ തൈകൾ തൈ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ കൂട്ടുകാരെ നമ്മൾ കുറെ തൈ മേടിച്ചിട്ടുണ്ട്. അതിന്റെ തൈ എന്തൊക്കെയാ ഞാൻ കാണിച്ചത്. തക്കാളി അല്ല, ചീനി. ഇത് പച്ചമുളകിന്റെ തൈയാണ്. പച്ചമുളക്, തക്കാളി, ക്യാബേജ്, എന്താ മുട്ടക്രോസ്, പിന്നെ ഇതുണ്ട് കേട്ടോ, വഴുതനയുണ്ട്, വേറെ പടവലം, അതെ പയറ് കണ്ടോ, വള്ളിപ്പയറോ. അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നടാനുള്ള പരിപാടിയാണ്. നമുക്ക് അല്ലാണ്ട് കുറെ കൃഷികളൊക്കെ ഉണ്ട്, കാണിച്ചു തരാട്ടോ. ഇവിടെ മമ്മീന്റെ കറ്റാർവാഴ ഉണ്ട്, ഇത് വെള്ളത്തുളസി ഉണ്ട്, ഇത് പച്ചമുളക് തൈ ഉണ്ട്, അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതിലും കുറെ തൈയൊക്കെ ഉണ്ട്. ഇതൊക്കെ മാറ്റി നടാനുള്ള തൈകളാട്ടോ. ഇവിടെ 2 തെങ്ങും തൈ ഉണ്ട്, കറ്റാർവാഴേന്റെ ഉണ്ട്, ഉണ്ട്. കണ്ടോ ചെക്കന് ലൈന സെറ്റ് ആയി കൊടുക്കുന്ന ചെക്കൻ നൈസിന് കണ്ടോ. രോമൊക്കെ തുറച്ച് ക്ലീൻ ആകും കേട്ടോ. തിളക്കാൻ നോക്കുക. യോയോ 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 ഒരു യോ പറ. കാട്ടുകുരുക്കൻ ദൂരെ നിന്നൊരു കാട്ടുകുരുക്കൻ, കമ്പുരി കമ്പും കരുമ്പൻ പണ്ടൊരു കാട്ടിലെത്തി. മുഞ്ചിരി കണ്ടും കോതിച്ചും നാട്ടിലെ വെള്ളം കുടിച്ചു കൊമ്പത്തു കാത്തിരുന്നു. അപ്പൊ റൈന ഹാജരായിട്ടുണ്ട്. റൈന എല്ലാം നോക്കിയിരിക്കുന്നത് നമ്മളെന്താ ചെയ്യുന്നതെന്ന്. എന്റെ മോനെ കർഷക സ്ത്രീക്കുള്ള അവാർഡ് പൊന്നുവിന്. എടി അത് പറ്റുന്ന പണി എടുത്താ പോരെ. എടി നിന്നോടാ പൊന്നു നടക്കുന്ന നമ്മൾ വിചാരിക്കും പൊന്നു ഭയങ്കര കർഷകയാണ് കേട്ടോ. അപ്പൊ കൂട്ടുകാരെ നമ്മൾ എവിടെയാ നടാൻ പോകുന്ന വെച്ചാൽ നമ്മൾ ഫസ്റ്റ് പ്ലാറ്റ്ഫോം ശരിയാക്കാൻ പോവാണ് കേട്ടോ. പ്ലാറ്റ്ഫോം അല്ല, നമ്മൾ നടാൻ പോകുന്ന സ്ഥലം ശരിയാക്കാൻ വേണ്ടി പോവുക. അപ്പൊ നമ്മൾ വീടിന്റെ പുറകുവശത്താണ് നമ്മൾ നമ്മുടെ അടുക്കളത്തോട്ടം ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഇത് നമ്മൾ കാണിച്ചു തരുന്നത് അമേരിക്കൻ ഇഞ്ചി എന്ന് പറഞ്ഞിട്ടുള്ള ഇഞ്ചി, അമേരിക്കൻ ഇഞ്ചി. അപ്പൊ കൂട്ടുകാരെ ഇത് ഈ കാണുന്നത് മൊത്തം മമ്മീന്റെ കൃഷിയാട്ടോ. ഇത് കാണുന്ന അമേരിക്കൻ ഇഞ്ചി നാട്ടോ പറഞ്ഞത്. അമേരിക്കൻ ഇഞ്ചിയാണ്, മമ്മീന്റെ ആണ്. മൊത്തം നട്ടേക്കുന്ന മമ്മി തന്നെയാട്ടോ. അപ്പൊ കൂട്ടുകാരെ ഇനി ഇവിടം തൊട്ട് നമ്മൾ അവിടെ വരെ, ഇതാണ് നമ്മുടെ വീടിന്റെ പുറകുവശട്ടോ. അപ്പൊ ഇവിടം തൊട്ട് അവിടം വരെയുള്ള കാടൊക്കെ ചെത്ത് വൃത്തിയാക്കിയിട്ട് വേണം നമുക്ക് നടാന്. അപ്പൊ കരിമ്പുണ്ട് കൂട്ടുകാരെ, കരിമ്പ് നടാനുള്ളതാണ്. അപ്പൊ കണ്ടോ കൂട്ടുകാരെ, നമ്മളവിടെ സൈഡിൽ കുറച്ച് കരിമ്പൊക്കെ നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ ഇവിടെ പുറകില് ഇത് നല്ലോണം ഒന്ന് പിടിച്ചൊന്ന് തയ്യാട്ടോ. ബാക്കി 2-3 കുറ്റി നട്ടു വെച്ചിട്ടുണ്ട്. അതിപ്പോ നനച്ചു കൊടുക്കുമ്പോഴേ നന്നായി പിടിച്ചു വരും കേട്ടോ കരിമ്പൊക്കെ. അതോടൊക്കെ നാളെ നടാം. അപ്പൊ ആ സൈഡിലും കരിമ്പുണ്ട്. നമുക്ക് കരിമ്പ് കുറച്ചുണ്ട് കേട്ടോ. ഇവിടം തൊട്ടിട്ട് അവിടം വരെ തൈ വേണം. അതായത് ഈ പുറകുവശം മൊത്തം അങ്ങ് വരെ നമുക്ക് മൊത്തം കൃഷി തൈകൾ ആക്കാനാട്ടോ. കൃഷി തൈകളല്ല കുഞ്ഞാ,
എന്ത് കൃഷിയാ? പച്ചക്കറി കൃഷി തൈകൾ. പച്ചക്കറി കൃഷി. അപ്പൊ ഇവിടെയുള്ള കല്ലും എല്ലാം നമ്മൾ ക്ലീൻ ചെയ്യാൻ പോവാണ് കൂട്ടുകാരെ. അതികഠിനമായ ഒരു പരിശ്രമത്തിലാണ് നമ്മളുള്ളത്. അപ്പൊ മഴ പെയ്യുമെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തിട്ട് മഴ പെയ്തില്ല കേട്ടോ. അപ്പൊ കൂട്ടുകാരെ ഇതിൽ വരുമ്പോ തന്നെ നമ്മ കാണുന്നത് ഇതേ മമ്മീന്റെ അടുപ്പ്. മമ്മി ഉണ്ടാക്കിയ അടുപ്പാണ്. നമ്മുടെ പുറകിലെ അലക്കലിൻ്റെ ഈ ഭാഗത്താണ് നമ്മൾ ഈ സ്ഥലം വരുന്നത്. ഇവിടെ ബാക്കിയുള്ള ഈ മേലത്തെ തണ്ടിൽ മൊത്തം വാഴ നട്ടേക്കുവാണേ. അപ്പോൾ ഇത് നമുക്കിനി ഈ ഒരു സ്ഥലമാണ് യൂട്ടിലൈസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മളത് ഇവിടുത്തെ ചപ്പ് വെട്ടി തെളിക്കുക ഇച്ച വരുമ്പോഴത്തേക്കും. അടി ചേർത്ത് വെട്ടാത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേലത്തെ പുല്ലെടുക്കുവാണെങ്കിൽ നമുക്ക് ആടിന് കൊടുക്കാൻ പറ്റും. അപ്പൊ കൂട്ടുകാരെ പൊന്നു നാട് പൊരിഞ്ഞ പണി കേട്ടോ. കണ്ടോ പൊന്ന് കളച്ച് കണ്ട അത്ര എത്തിയിട്ടുണ്ട് കേട്ടോ. കുറെ നേരം തുടങ്ങിയിട്ട് ഇവൻ ഇങ്ങനെയാ ഭയങ്കര കളയാട്ടോ. പൊന്ന് കളയ്ക്കുമ്പോഴേക്കും അങ്ങ് മൊത്തം വഴി മാറി കൊടുക്കുക. പുല്ലൊക്കെ നമുക്ക് എന്റെ മോനെ പുല്ലൊന്നും കാണാനില്ല കേട്ടോ. എന്താടാ നീ ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വരണം, ഞാൻ ഈ സൈഡിൽ നിന്ന് അങ്ങോട്ട് വരും. ആരെ ഫസ്റ്റ് നടക്കുന്നത് നോക്കാം. അപ്പൊ പൊന്നു അല്ല ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വെട്ടി വരണം കേട്ടോ. പൊന്നു ഇവിടെ നിന്ന് അങ്ങോട്ട് വെട്ടി വരും. എടി അങ്ങനെ ആക്കിയാ പോരെ, കിളയ്ക്കണം. എടി പുല്ലടക്കം കിളയ്ക്കണം. പുല്ലടി പോകുമ്പോ വാളാ. എടി പുല്ലടി വരുമ്പോ വാളാടി. നീ എന്തിനെ പറ്റി പുല്ല് കളയാനോ? പുല്ലടി വരുമ്പോ വളാടി നടുന്നതിന്. നമ്മുടെ കോഴി മുട്ടയിട്ടത് റൈനെ എടുത്ത് തിന്നു. അതിന്റെ കലിപ്പിലാട്ടോ മമ്മി. അവിടെ കോഴി നോക്കി കിടക്കുന്നുണ്ടോ? ഈ ഇവന്മാര് കയറാതിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മളാ പോയിട്ട് കവുങ്ങിന്റെ ഇതൊക്കെ എടുത്തിട്ട് വന്നിട്ടോ. അവന്മാർക്ക് എന്താക്കി വെക്കാൻ വേണ്ടിട്ട് തടസ്സം ഗേറ്റ്. അറിയാ മോളിക്കൂട്ടൻ അവിടെ നിന്ന് പാട്ടും പാടി കളച്ച് വരുന്നുണ്ട്. കാണിച്ചുതരാം. ചെണ്ടേ എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് വരുന്നത് കണ്ടോ. മോളിക്കൂടൻ കളിക്കുന്ന നോക്കിയോ. എല്ലാം പോയി നോക്കാം. പണിയെടുക്കാൻ പോകും ഞാൻ. മോളിക്കൂട്ടൻ തൂമ്പയും കൊണ്ട് വന്നല്ലോ. എല്ലാരും തൂമ്പയും കൊണ്ട് വന്നാ പിന്നെ സുഖമായല്ലോ. ഞാൻ കളിക്കാം മാറിക്ക്. ഇനി ആമ്പിള്ളാർക്ക് ചേട്ടന്മാർ ഇങ്ങനെ കളിക്കുന്ന കാണിച്ചു മാറിക്ക്. ഞാൻ ഇത്ര ആക്കിട്ടോ. അൽഫോൺസ മാങ്ങിയോ? പൊന്നു വീണ്ടും തുടങ്ങിട്ടോ കളക്കല്. കളയോ എന്റെ മോനെ എമ്മ കള. എടി ആ പുല്ലായി കടന്നോട്ടെ. നിനക്ക് എന്നതാ കുഞ്ഞാ? പുല്ല് ചെത്തി കളഞ്ഞിട്ടല്ലേ കൃഷിയോടെ ഒഴുക്കുവാ. എന്താ ആ ഇവനെന്താ അറിയാനാ? ഓ എമ്മ കള ഏതാ കള ഉണ്ടോ? പുല്ലൊക്കെ വഴി മാറി കൊടുക്കും പൊന്ന് കളിക്കുമ്പോ കേട്ടോ. പിന്നെ പൊന്ന് കളിക്കുന്ന സ്റ്റൈല് കണ്ടോ. പൊന്ന് ഒറ്റക്കാലൊക്കെ സ്റ്റൈല് കാണിക്കും. നീ എന്നെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റൈല് പറഞ്ഞ് കാണിക്കാറുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക്. പ്രതികാരം വീട്ടുന്നയാ. അയ്യോ ചേട്ടാ ഒന്നും ചെയ്യില്ലേ, മതിയോ? നീ എന്താ നോക്കി നിൽക്കുന്നേ? കളക്കണം. അമ്മ കൂട്ടുകാരെ ഞാനിവിടെ ഇരിക്കട്ടെ. ഇവിടെ ഒരു മുട്ടയുണ്ട്, അതിലിരിക്കാം ഞാൻ. അപ്പൊ ബാക്കി സാമ്പാർ ചെയ്തോളെന്ന് പറഞ്ഞേ. എടാ അങ്ങനെയല്ലടാ തൂമ്പ് പിടിക്കണ്ടേ. ചെക്കന് തൂമ്പ് പിടിക്കാൻ പോലും അറിയില്ല. അയ്യോ ഓ നീ ജനിച്ച പാടെ തൂമ്പയും കൊണ്ടാണല്ലോ ഇറങ്ങി വന്നേ. ഞാനാട്ടോ കൂട്ടുകാർ ഇത്രയും ഭാഗം ക്ലീൻ ചെയ്തത്. പോരാ എടാ ഇതെന്താടാ? ഞാൻ ചത്തിയടുത്തേക്ക് പിന്നെ ഇടുന്നേ. ആ നിനക്ക് കൊറേ അറിയാം. എടാ അയ്യോ കോഴി. എന്താടാ കോഴി? അയ്യോ ഭർത്താവിനോട് എങ്ങനെ പറയണം? എടാ കുറുമ്പ് കാണിക്കാണ്ട് താഴെയുള്ളത് വെട്ടി. അവൻ നോക്ക ആ ഭിത്തിയിലുള്ളതൊക്കെ വെട്ടുന്നു. മടിയാ വെട്ട്. ആദ്യമുള്ളവരൊക്കെ ഈ തൂമയും കൊണ്ടാ വെട്ടിയിട്ടുണ്ടെന്നെ. കണ്ടോ 2 കള ഞാൻ ഇത്രയും കളിച്ചിട്ട് നീ പോടാ അവിടുന്ന്. കണ്ടാ ചെറിയ പുഴുവൻ. അപ്പൊ കൂട്ടുകാരെ മമ്മി അവിടെ കളിക്കുന്നുണ്ട്, ഇച്ച ഇവിടെ കളിക്കുന്നുണ്ട്. ഞാൻ അതിന് നേതൃത്വം കൊടുത്തിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. കോഴി ഇതിൽ നടക്കുന്നുണ്ട് കേട്ടോ. കോഴി പിന്നെ നഖത്തിൽ ഞാൻ പാള ഇട്ട് കളയും. പാളയെ കൊണ്ട് ചെരുപ്പിടൂല കോഴിക്ക് അല്ലേ?
അങ്ങോട്ട് അങ്ങോട്ട് കളിക്ക. ആദ്യം ആ തെങ്ങും തൈ എടുത്ത് മാറ്റി വെക്ക്. ദേ ഞാൻ മെയിൻ ആശാരി, നീ തൊഴിലാളി. മമ്മിയോടെ പൊരിഞ്ഞ കിളയാട്ടോ. മമ്മിക്ക് ഇന്ന് നടുമിന്നും. മമ്മിയെ, മമ്മീന്റെ നടുമിന്നല് മാറിയോ? മാറിയിട്ടില്ല കേട്ടോ. മമ്മീന്റെ നടു മിന്നിരിക്കുക കേട്ടോ കൂട്ടുകാരെ. ചെക്കൻ ചെക്കൻ കത്തുന്നൊക്കെ എങ്ങനെയാണ്? കവച്ചൊക്കെ അതിന്റെ ഇടയിൽ കൂടെ തൂമിച്ചിട്ട് ലുട്ടാപ്പി കുന്നത്തിൽ പോകുമ്പോലെ തൂമ്പേന്റെ മേലെ കയറി ഇരുന്നിട്ടൊക്കെയാ കുത്തുന്നത് കണ്ടോ. ഇവനെ കണ്ടറിയാം ഇവന് തൂമ്പ് പിടിക്കാനും കൊത്താനും അറിയില്ല. എന്നിട്ട് ഇവൻ പറയുന്നോ ഭയങ്കര കൃഷിക്കാരനാ. അപ്പൊ കൂട്ടുകാരെ കുഞ്ഞിപ്പെണ്ണ് പപ്പേന്റെ അടുത്താട്ടോ. പപ്പേന്റെ കൂടെ അവിടെ ഇരുന്നിട്ട് അവർ രണ്ടുപേരും ഭയങ്കര അപ്പപ്പ എന്തൊക്കെയോ കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പാട്ടൊക്കെ പാടി കൊടുക്കുന്നുണ്ട്. അതും കേട്ടോ അവൾ അവിടെ ഇരിക്കുന്നുണ്ട്. ആ മതിലൊക്കെ കൊത്തിയിടുന്നുണ്ട് കേട്ടോ ചെറുക്കൻ. എന്താവും കേട്ടോ. ഞാൻ കൊത്തിയെടുത്ത് പിന്നെയും വന്ന് കുത്തിക്കൊണ്ടിരിക്കും. മമ്മി മീനിനെ തീറ്റ ഇട്ട് കൊടുക്കാൻ പോവാന്നൊക്കെ പറയുന്നുണ്ട്. അവക്കാടോ ഇല്ല, കൊറേ അവക്കാടോന്റെ തൈയൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു മമ്മി. പക്ഷെ വെക്കാൻ പറ്റാത്ത കാരണം എല്ലാം ഉണങ്ങിപ്പോയി. നിന്റെ കാലിൽ പറഞ്ഞു നോക്കടാ. പേടിപ്പിക്കല്ലേ മമ്മി. പന്നിയൊക്കെ ഉണ്ടാവും പറഞ്ഞിട്ട് പോയുള്ളൂ. യോയോ മോനെ, നീ തുമ്മി പാവം പേടിച്ചോടാ. വാഴക്കോല വെട്ടാന്നൊക്കെ പറയുന്നുണ്ട്. ഇനി വാഴക്കോല വെട്ടാൻ പോകും. അരിവാളുണ്ട്, അരിവാള് മതിയോ? അതിനിപ്പോ അതിനകത്ത് പിടിച്ച് വലിഞ്ഞു കയറാനായിരിക്കും. എന്നിട്ട് ഒടിഞ്ഞ് താഴെ കിടക്കുമ്പോ പഠിക്കും. വെറുപ്പോ കണ്ടോ, ഇത് പുറകിൽ മൊത്തം വാഴയാട്ടോ കാണുന്ന. ഏത് വാഴക്കൊല കൂട്ടാ? വാഴച്ചുണ്ട് തോരൻ വെക്കുന്ന ആർക്കെങ്കിലും ഇഷ്ടമാണ്. വാഴച്ചുണ്ടും ആരാ വന്നിട്ടുണ്ട് റൈന പരത്തുന്നുണ്ട് കേട്ടോ. എനിക്ക് വാഴച്ചൂടും ചെറുപയറും തോരൻ വെക്കുന്ന ഭയങ്കര ഇഷ്ടട്ടോ. എനിക്ക് നല്ല ബിരിയാണി ഭയങ്കര ഇഷ്ടാ. ആരാ വന്നിട്ടുണ്ട്? അപ്പൊ കൂട്ടുകാരെ നമ്മള് കുഞ്ഞിപ്പെണ്ണെ എടുത്തിട്ട് വന്നോ. കുഞ്ഞിപ്പെണ്ണും ബെക്കൂനെയും കൂട്ടിട്ടോ. കുഞ്ഞിപ്പെണ്ണയും കൂട്ടി കണ്ടോ. ബെക്കും റൈനയും എല്ലാരും ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മളെല്ലാരും കൂടെ പോവാട്ടോ അവലേക്ക്. മോളിക്കൂട്ടൻ വാഴക്കുഞ്ഞിനെ വെട്ടിയൊന്നും അറിയില്ല. വാഴക്കൊല വെട്ടി വാഴക്കൊലയും കൊണ്ട് വന്ന് പഴിപ്പിച്ച വാഴപ്പഴം കുഞ്ഞിവാവേ കണ്ടോ. രണ്ടുപേരും പോണോ നോക്ക്. വെക്കോ കണ്ടോ. ബെക്കു ചുമ്മാ പോയിട്ട് റൈനെ ഉപദ്രവിക്കാട്ടോ. ഒരു സൈസ് സ്വഭാവം അല്ലേ. നല്ല അടി കൊടുക്കും. കൈ കൊണ്ട് അടിക്കും അവള്. ഞാൻ വാഴക്കൊല വെട്ടിട്ടായിരുന്നു. നീ പിടിച്ചോ. ഞാൻ പിടിക്കാം. മമ്മി നോക്കണേ, ഇച്ച വെട്ടാ വരുന്നേ. ഇച്ച വെട്ടുന്നുണ്ട്. ഒന്നാം വെട്ടിലൊന്നും ആയില്ല, രണ്ടാം വെട്ടിലൊന്നും ആയില്ല. എന്താടാ അമ്മി പിടിച്ച് പൊരിഞ്ഞ വലിയ കേട്ടോ. വെട്ടിന് വെട്ടിയില്ല. പൂമ്പാഴം പോലെ വെട്ടിട്ടോ. ഇപ്പൊ നമ്മുടെ കൊല വിളവെടുപ്പായിരുന്നു ഇപ്പൊ നടന്നിട്ടുണ്ടായിരുന്നത്. വാഴക്കൊലയുടെ വിളവെടുപ്പ്. സൂപ്പർ വാഴക്കൊല വെട്ടിട്ടോ കൂട്ടുകാരെ. എന്റെ ദൈവമേ, എന്റെ ഇവര് വെറ്റുന്നേ. കുഞ്ഞിപ്പെണ്ണ് കണ്ണും തള്ളി നോക്കുന്നുണ്ട്. അപ്പൊ ഇതെന്താ വെട്ടിക്കളയുന്നേ? രണ്ടുപേരും കൂടെ പിടിക്കുന്നുണ്ട് കേട്ടോ. സാമ്പോ ബാഹുബലി കളിക്കുന്നുണ്ട്. മമ്മി ചീത്ത പറയുന്നുണ്ട്. അതിലെ പോയിട്ടുണ്ട്. പന്നി ചേന കളിന്ന് കാണിച്ചാരാന്നൊക്കെ മമ്മി പറയുന്നുണ്ട്. കുഞ്ഞിപ്പെണ്ണ് എന്റെ മുടി ഇത് കാപ്പിയൊക്കെ ഉണ്ടായി കിടപ്പുണ്ട്. അയ്യോ ഞാൻ എടുത്തോളാം. എത്ര ചേനയെ കുത്തിപ്പറിച്ചിട്ടാണ് കൂട്ടുകാരെ. ഭയങ്കര കൃഷി നശിപ്പിക്കലോട്ടോ. കണ്ടോ അവിടെ
ഒക്കെ നശിപ്പിച്ചിട്ടേക്കോട്ടോ വന്നിട്ട് കള്ളക്കൂട്ടങ്ങള്. അപ്പൊ നോക്കിയ കൂട്ടുകാരെ, ഇതേ തെങ്ങും തൈ മൊത്തം നശിപ്പിച്ചിട്ടോ കുത്തിയിട്ടിട്ട്. അയ്യോടാ, അതിന് ചുറ്റും കെട്ടി കൊടുക്കുക. അപ്പൊ അതിന് ചുറ്റും വാഴവള്ളിയും കൂടെ കെട്ടി കൊടുക്കുക മോളെ കൂട്ടാൻ. കുഞ്ഞിപ്പെണ്ണ് മേലത്ത് നോക്കൂ, എന്ത് സംഭവം ഇത്. കുഞ്ഞുവാവയാണോ ഇത്? മമ്മി കളക്കി മൊറ്റുണ്ടാക്കുന്നുണ്ടോ? വീട്ടിൽ പോവാ. അപ്പൊ അങ്ങനെ തെങ്ങിന്റെ ശുശ്രൂഷ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോവാട്ടോ കൂട്ടുകാരെ. അപ്പൊ കൂട്ടുകാരെ, മമ്മി എന്തൊക്കെയോ കണ്ടോ, ഇങ്ങനെ എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, പന്നി ഇറങ്ങാത്ത രീതിയില്. അപ്പൊ പോട്ടെ 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 പോട്ടെ. അപ്പൊ കുഞ്ഞിപ്പെണ്ണെല്ലാം നോക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞിപ്പെണ്ണോക്ക് അപ്പൊ സന്ധ്യയായി കൂട്ടുകാരെ സമയം. നമ്മൾ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോട്ടോ. അപ്പൊ കൂട്ടുകാരെ, നമ്മളങ്ങനെ പരിപാടി കഴിഞ്ഞാൽ വീട്ടിൽ എത്തിയിട്ടുണ്ട്. എന്താ പൊന്നു കൂട്ടുകാരെ, മൊത്തം വിഷമായി പോയിട്ടോ മമ്മിക്ക്. പറമ്പില് മൊത്തം പന്നി കുത്തി അതുകൊണ്ട് ഭയങ്കര വിഷമത്തിലാട്ടോ മോളി കൂട്ടെ. മമ്മി നട്ട എല്ലാ ചേനേന്റെയും കുത്തി മറിച്ചിട്ടു കേട്ടോ. അത് കാരണം മമ്മിക്ക് ഭയങ്കര വിഷമായി പോയി. അപ്പൊ കൂട്ടുകാരെ, കുളിച്ചത് ഫ്രഷ് ആയിട്ടോ കൂട്ടുകാരാ. കൂട്ടുകാരി അപ്പൊ ഉടനെ കുളിയൊക്കെ കഴിഞ്ഞ് 3 പേരും കുളിച്ച് സെറ്റ് ആയിട്ടോ. കുളിച്ച് ഫ്രഷ് ആയിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമുള്ള സാധനം എന്താ ഇപ്പം കഴിക്കാൻ തോന്നുന്നത്? ബിരിയാണി. ബിരിയാണി ഇപ്പോഴും എന്തിനാണ് കുത്തിച്ചേ? അൽഫാം, മന്തി. എന്താ എനിക്ക് വേണം. അപ്പൊ കൂട്ടുകാരെ, നല്ല ചൂടോടെ മുരിഞ്ഞ നെയ്യപ്പം കിട്ടിയ എന്തായിരിക്കും അവസ്ഥ? നെയ്യപ്പോ? മമ്മീന്റെ കുളി കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഞങ്ങളുടെ കുളി കഴിഞ്ഞു കേട്ടോ. കണ്ടോ, മമ്മി നെയ്യപ്പം ചൂടുവാണ്. നെയ്യപ്പം നെയ്യപ്പം ചൂടലാണല്ലോ. ഇപ്പൊ കൂട്ടുകാരെ, ഇച്ചയും മമ്മി അടുക്കളയിലുണ്ട് കേട്ടോ. ഇച്ചനോട് സർപ്രൈസ് വേണം ചോദിച്ചപ്പോ ഇച്ച പറഞ്ഞു ബിരിയാണി വേണം. അപ്പൊ ഇച്ചക്ക് ബിരിയാണി കഴിക്കണം ആഗ്രഹം ഉണ്ടെന്ന് തോന്നുന്നു കൂട്ടുകാരെ. പക്ഷെ ഞാൻ അപ്പൊ എന്താ ചെയ്യാ, ഇവിടെ ബിരിയാണി ഇപ്പൊ കിട്ടുന്ന നല്ലത് നമ്മൾ ബത്തേരി പോണം കേട്ടോ ബിരിയാണി കിട്ടണമെങ്കിൽ. ഇവിടെ ഒരു അൽഫാം കടയുണ്ട്. അപ്പൊ നമുക്ക് അൽഫാം മേടിച്ച് ഓർഡർ ചെയ്തിട്ട് സർപ്രൈസ് കൊടുക്കാം. മേടിച്ചോട്ടെ കേട്ടോ. മാമ വരുന്നുണ്ട് കേട്ടോ കൂട്ടുകാരെ. എന്താ സംഭവം മാമയ്ക്ക് ഇത് മനസ്സിലായിട്ടില്ല കേട്ടോ. അവരിവിടെ വന്ന് ഹോൺ അടിച്ചേരെ. എന്താടാ ബിരിയാണി കേട്ടോ. ബിരിയാണിയോ? ബിരിയാണി അല്ലേ? മയണൈസ് ഒക്കെ ഉണ്ടല്ലോ. അൽഫാമാണോ? അൽഫാം. മമ്മി അൽഫാം മേടിക്കുന്ന അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ മമ്മി നെയ്യപ്പം ചുട്ടോണ്ടിരിക്കുകയായിരുന്നു. ഇച്ച അത് കട്ടെടുത്ത് തിന്നോണ്ടിരിക്കുകയായിരുന്നു. പരിപാടി കേട്ടോ. ഇച്ചേന്റെ മുഖത്ത് സന്തോഷമായി. അൽഫാം ആയതുകൊണ്ട് ഞാൻ കഴിക്കുക. അതെ. അപ്പൊ കൂട്ടുകാരെ, നാട്ടെ കേട്ടോ, പൊന്നുവിന്റെ അൽഫാമായിട്ട് അവിടെ ഇരിക്കുന്നേ. പൊന്നു മയണൈസ് ഒക്കെ ഒഴിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു ആഗ്രഹം വന്നാൽ നടത്തി കൊടുക്കണമെന്നല്ലേ? അതെ. അപ്പൊ കൂട്ടുകാരെ, ഫുഡ് കഴിക്കട്ടെ കേട്ടോ. കേട്ടോ മേടിച്ചപ്പോ സന്തോഷം കേട്ടോ. സൂപ്പർ ആട്ടോ, കഴിക്കട്ടെ കേട്ടോ. സൂപ്പറാ. അപ്പൊ നമ്മൾ അങ്ങനെ അൽഫാം ഒക്കെ കഴിച്ച അടിപൊളിയായിട്ട് നിക്കോട്ടോ. കുഞ്ഞിപ്പെണ്ണ് എന്നെ തന്നെ നോക്കി, എനിക്ക് മാത്രം തന്നില്ലല്ലോ. എനിക്ക് മാറ്റം തന്നില്ലല്ലോ, എനിക്ക് മാറ്റം വന്നില്ലല്ലോ. അപ്പൊ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്ത പോലെ എല്ലാ കാര്യങ്ങളും നടത്താൻ നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വൈകുന്നേരം ആയപ്പോഴായിരുന്നു നമ്മൾ ചെത്താനൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ നാളെ ഇനി പച്ചക്കറി തോട്ടമൊക്കെ സെറ്റ് ആക്കണം. കളച്ച് നമ്മൾ പച്ചക്കറി തോട്ടം സെറ്റ് ചെയ്യും. അപ്പൊ ഇന്നത്തെ വീഡിയോ, ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ കൂട്ടുകാരെ. എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു. അപ്പൊ വീഡിയോ മറ്റൊരു നാളെ കാണാം. ഓക്കേ, പറയടെന്തേലും.